മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചെന്നിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ബന്ധങ്ങൾ രണ്ടു തരമാണ്. ഒന്ന് സ്നേഹം മാത്രം നൽകും, മറ്റൊന്ന് അനുഭവം നൽകും. സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലും കൊണ്ടു നടക്കണം. മൗനം ഒരു സുഹൃത്താണ്. അതൊരിക്കലും നിങ്ങളെ വഞ്ചിക്കുകയില്ല. ഒരു തെറ്റ് നിങ്ങളുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ നിങ്ങൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ നിങ്ങളെ തള്ളിപ്പറയുന്ന ആളുകളെ വേണം ആദ്യം ഒഴിവാക്കാൻ. യഥാർത്ഥത്തിൽ അവരാണ് നിങ്ങളുടെ ശത്രു. നിങ്ങൾ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് നാളുകളെടുക്കാം, തളർന്നു പോയേക്കാം. എങ്കിലും മനസ്സിനുള്ളിൽ ചെറിയൊരു കനലുണ്ടെങ്കിൽ അത് തീയായി പടരാൻ നിമിഷങ്ങൾ മാത്രം മതി. ഒരിക്കൽ വേദനയറിഞ്ഞ ഒരാൾക്ക് മനസ്സറിഞ്ഞ് മറ്റൊരാളുടെ വേദനയകറ്റാൻ കഴിയൂ. വേദനകളുടെ ആഴം അവർക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരാളോടൊപ്പം ജീവിതം ചിലവഴിച്ചാൽ ജീവിതം അർത്ഥപൂർണമാകണമെന്നില്ല. എന്നാൽ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്ന ഒരാളുമായി ചെലവഴിക്കുന്ന ഒരു നിമിഷം മതി. ആ ജീവിതത്തേക്കാൾ വലുതാണത്. ഭക്തരെ, ഒരിക്കലും സ്നേഹത്തിനു വേണ്ടി യാചിക്കാതിരിക്കുക. സ്നേഹം അത് അറിഞ്ഞു നൽകേണ്ട ഒന്നാണ്. നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉപയോഗിക്കരുത്. കാരണം നിങ്ങളെ സംസാരിക്കാൻ പഠിപ്പിച്ചത് അമ്മയാണ്. നിങ്ങൾ സ്നേഹിക്കുന്നവരെയല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കാൻ പഠിക്കുക. ഭക്തരെ, മനസ്സിലൊന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ കഴിയാത്തവർ, ദേഷ്യം വന്നാൽ പിടിച്ചു നിർത്താൻ കഴിയാത്തവർ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവർ, സ്നേഹിക്കുന്ന ആളുകളുമായി ഒരുപാട് സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇങ്ങനെയുള്ളവർ എപ്പോഴും വിശ്വസ്തരായിരിക്കും. ഒരാളെ ഇഷ്ടപ്പെട്ടാൽ ഇവർ പെട്ടെന്നൊന്നും ഇട്ടിട്ട് പോകില്ല. പാലിക്കപ്പെടാൻ കഴിയാതെ പോകുമ്പോൾ വാക്കുകൾക്ക് അർത്ഥമില്ലാതാകുന്നു. നിങ്ങളാൽ കഴിയാത്ത കാര്യങ്ങൾക്ക് അതിനാൽ വാക്ക് നൽകാതിരിക്കുക. തെറ്റുകുറ്റങ്ങൾ പൊറുക്കാനും മറക്കാനും തയ്യാറായാൽ മാത്രമേ സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.